എന്താ മനുഷ്യ രാവിലെ തന്നെ തൊള്ള തുറന്ന് ആകുന്നത്? നിങ്ങൾ പത്രം വായിച്ച് ചായം കുടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ? ഇന്ന് ഏതാ ദിവസം എന്ന് വല്ല ഓർമ്മയുണ്ടോ? എന്ത് ചോദ്യം നിന്റെ ബർത്ത്ഡേ ഞാൻ നടക്കുവോ? അത് ശരി, അപ്പൊ നിങ്ങൾക്ക് അതും അറിയില്ല? പിന്നെന്തുവാ എന്റെ മനുഷ്യ, ഇന്ന് അച്ഛൻ വരുന്ന ദിവസമാണ്. വല്ല പിരിവാണോ ഇനിയും? അതൊന്നും അല്ല, വീട് വെഞ്ചരിപ്പാ. ഓ, അച്ഛന് വേറെ പണിയൊന്നുമില്ല. ഒരു അവധി ദിവസം കിട്ടിയത് ഇങ്ങനെ അങ്ങ് പോയാലോ? ദിവസം പറയല്ലേ മനുഷ്യ, നമ്മളോ പ്രാർത്ഥിക്കുന്നില്ല, നമുക്ക് വേണ്ടി അച്ഛനെങ്കിലും പ്രാർത്ഥിക്കട്ടെ. ആ, എന്തെങ്കിലുമൊക്കെ ആകട്ടെ. ആ കുരുത്തം കെട്ടവന്മാർ ഇതുവരെ എഴുന്നേറ്റില്ലേ? മിക്കവാറും വെഞ്ചരിപ്പ് കഴിഞ്ഞിട്ടും അച്ഛൻ പോയാലും അവരെണീക്കുമെന്ന് തോന്നുന്നില്ല. അതെങ്ങനെയാ രാത്രി 2 മണി 3 മണി വരെ മൊബൈലും തോണ്ടിയല്ല ഇരിപ്പ്. സമയം 12 മണി ആയിട്ടുള്ളല്ലോ. സാറിന് നേരത്തെ ആണല്ലോ. വെറുതെ ഇവിടെ തലയും ചൊഞ്ഞോണ്ടിരിക്കാതെ ബാക്കിയുള്ളവരും കൂടെ എണീപ്പിക്ക. എന്നിട്ട് ആ മുറികളൊന്നും വൃത്തിയാക്കിയിട. നമ്മുടെ ബൈബിൾ എവിടെയാ? അത് ഉപയോഗിച്ചിട്ട് കുറെ ആയി, തപ്പിയെടുക്കണം. എല്ലാവരോടുമായിട്ട് പറയാ, വേഗം ബൈബിള് തപ്പിയെടുത്തോ. അച്ഛൻ വരുമ്പോ ഇവിടെ ബൈബിൾ എഴുന്ന വന്നാൽ നാണക്കേടാ. എടി, നീ ഇപ്പുറത്ത് ട്രീസയുടെ വീട്ടിൽ പോയിട്ട് ബൈബിൾ വാങ്ങിക്കൊണ്ട് വന്നേ. എന്തിനാ അമ്മ ട്രീസാന്റിയുടെ വീട്ടിൽ പോകുന്നത്? ഞാൻ വീരാന്റിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാം. കഴിഞ്ഞ ആഴ്ച അവരുടെ പട്ടി നമ്മുടെ പൂച്ച ഓടിച്ചെന്ന് പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കിയില്ലേ? അന്ന് പുറത്ത് പറയാൻ കൊള്ളാത്തൊക്കെ ഞാൻ അവളെ വിളിച്ചു. മാത്രമല്ല, അവളുടെ സ്വഭാവം മോശ. നീ വേഗം പോയിട്ട് ട്രീസേന്റെ വാങ്ങിച്ചോണ്ട് വാ. എവിടെ വരെ ആയി ഒരുക്കങ്ങളൊക്കെ? ആയി വരുന്നു. ആ, എന്നാ നടക്കട്ടെ. ആ, ആരോ കഥകി മുട്ടുന്നു. അച്ഛൻ വന്നതെന്നാ തോന്നുന്നേ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഒരാളെ കൂടെ കാണാനുണ്ടല്ലോ. അമ്മച്ചി എന്ത് ചെയ്യും? എടി അമ്മു, നീ പോയി വെല്ലുമ്മച്ചിയെ വിളിച്ചോണ്ട് വാ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മക്കളെ കുറച്ചു നാളായല്ലോ പള്ളിയിലേക്ക് കണ്ടിട്ട്. ഞായറാഴ്ച കുർബാന കടവുള്ളതാണെന്ന് അറിയില്ലേ? അച്ഛാ, കടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ അപ്പുറത്തെ വീട്ടിലെ പേര് ഞങ്ങളുടെ അടുത്ത് 1000 രൂപ കടം വാങ്ങിച്ചിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. എന്നും അവിടെ പോയി തെരു വിളിക്കാൻ എനിക്ക് വയ്യ അച്ഛാ. ആ കടവല്ല, ഞായറാഴ്ച കുർബാന